സ്ട്രോബെറി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എരിവും പുളിയും മധുരവും ഒരുപോലെ നാവിൽ രുചിച്ചറിയണം. അതാണ് യഥാർത്ഥ രസക്കൂട്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സദ്യ സ്പെഷ്യൽ രസത്തിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനായി ആദ്യം തന്നെ പുളി കുതിർക്കാനായി വെള്ളത്തിലിട്ട് വയ്ക്കണം. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലാണ് പുളി എടുത്തിരിക്കുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് 1 കപ്പ് നല്ല ചൂട് വെള്ളം ഒഴിച്ച് കുതിർക്കാനായി വയ്ക്കാം. ഒരു സ്പൂണോ ഫോർക്കോ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടിട്ട് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം കൈകൊണ്ട് തന്നെ നന്നായി ഞരടി പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്ക് രസം തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ പരിപ്പ് ചേർത്താണ് രസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുക്കറിലാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, അതായത് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ്. ഇതിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത 2 വലിയ തക്കാളി ചേർക്കാം. 2 അല്ലി വെളുത്തുള്ളി, വലിയ സൈസിലുള്ളതാണ്. നന്നായി കഴുകിയതിന് ശേഷം തൊലിയോടുകൂടി തന്നെ ചതച്ചെടുത്തിരിക്കുന്നു. 1.5 ടേബിൾ സ്പൂൺ രസപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത്, 5-6 കറിവേപ്പില ചെറുതായി മുറിച്ചത്. ഇനി ഇതിലേക്ക് പുളിവെള്ളം അരിച്ചൊഴിക്കാം. പുളി നന്നായി കൈകൊണ്ട് ഞരടി പിഴിഞ്ഞതിന് ശേഷം വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർക്കാം. നമ്മളിതിൽ പരിപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് അത് വേവാൻ വേണ്ടിയാണ് രസം കുക്കറിൽ തയ്യാറാക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അഥവാ നിങ്ങളുടെ കയ്യിൽ രസപ്പൊടി ഇല്ലെങ്കിൽ ഈ സമയത്ത് അതിന് പകരമായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ മതി. വേറെ ചേർത്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്തണ്ട. അഥവാ നിങ്ങൾ പരിപ്പ് ചേർക്കാതെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുക്കറിൻ്റെ ആവശ്യമില്ല, ഒരു പാനിൽ തയ്യാറാക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ രസം മാത്രം തയ്യാറാക്കുന്നത് കൊണ്ടാണ് പരിപ്പ് കൂടത്തിൽ ചേർത്ത് തയ്യാറാക്കുന്നത്. സദ്യക്കൊക്കെ ആകുമ്പോൾ വേറെ പരിപ്പ് കറി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ പരിപ്പ് വേവിച്ചതിന് ശേഷം അതിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് രസത്തിൽ ചേർത്താൽ മതി. പരിപ്പ് വെള്ളം രസത്തിൽ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് അടച്ച് വേവിക്കാനായി വയ്ക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിലാണ് വയ്ക്കുന്നത്. 2 വിസിലടിക്കുന്നത് വരെ വേവിക്കാം. ഇതിപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷർ പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പ്രഷർ പോയിട്ടുണ്ട്. ഇതിൽ ഉടയാതെ കിടക്കുന്ന പരിപ്പ് ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ പൂർണ്ണമായിട്ട് ഉടഞ്ഞു കിട്ടും. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഈ സമയത്ത് എണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിച്ചാൽ രസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. കടുകെല്ലാം പൊട്ടിയാൽ പിന്നെ 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില. ഇതൊന്ന് ഇളക്കി മൂപ്പിക്കാം. രസം താളിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഉലുവാപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഉലുവാപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഈ സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് പൊട്ടിക്കണം. ഇനി ഇത് രസത്തിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി രസത്തിനൊരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ കിട്ടുന്നതിന് 2 പൊടികൾ കൂടി ചേർക്കുന്നുണ്ട്. 2 പിഞ്ച് ഉലുവാപ്പൊടി 1/8 ടീസ്പൂൺ വരും. ഇത് ചേർത്താൽ രസത്തിന് പ്രത്യേക ഒരു രുചിയും മണവുമാണ്. 1 പിഞ്ച് കായപ്പൊടി. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അങ്ങനെ സദ്യ സ്പെഷ്യൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.